എല്ലാവർക്കും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈക്വൽ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ്, അതുപോലെ എംപ്റ്റി സെറ്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. എക്സസൈസ് 1.2. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്? ഇപ്പൊ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്റ്റി സെറ്റ് ആണ്, അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ എന്തായിരിക്കും കാണാം, നൾ സെറ്റ് ആയിരിക്കും കാണാം, ഇല്ലെങ്കിൽ എന്ത് കാണും, വോയിഡ് സെറ്റ് കാണും, ഇല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ആയിരിക്കും കാണാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 4 ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഈ 4 ഏതൊക്കെയാണ് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് പറയുന്നത്. ഏത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. പക്ഷെ കണ്ടീഷൻ എന്തുകൊണ്ട് പറയുന്നത് ഡിവിസിബിൾ ബൈ 2. അപ്പൊ ഏതൊക്കെയാണ് ഈ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ? 1 ഉണ്ടായിരിക്കും, 3 ഉണ്ടായിരിക്കും, 5 ഉണ്ടായിരിക്കും, എക്സെട്ര വന്നു പോകുന്നതാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. പക്ഷെ എന്താ പറയുന്നത്? ഡിവിസിബിൾ ബൈ 2. ഡിവിസിബിൾ ബൈ 2, അതായത് ഇതിനെ ഡിവൈഡ് ചെയ്യണം ബൈ 2. അങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഡിവിസിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഹരിച്ചു പോകാൻ കഴിയണം. അതായത് നമ്മളൊരു 8 എടുക്കുകയാണെങ്കിൽ 8നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും, അല്ലേ? എന്നാൽ ഇവിടെ ചെയ്യുന്നത് നോക്കി നോക്കുക, 1/2 0.5 ആണ്. പോയിന്റ് വരുന്നത് നമുക്ക് പറ്റില്ല, കറക്റ്റ് ആയിട്ടൊരു നമ്പർ കിട്ടണം. അതാണ് നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഓഡ് നാച്ചുറൽ നമ്പർ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പോയിന്റ് വരും. അപ്പൊ അങ്ങനത്തെ നമ്പർ ഉണ്ടോ? അവിടെ ഇല്ല. കാരണം എന്താണ്? 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടുന്ന പോലത്തെ ആൻസർ അതിൽ കിട്ടാനില്ല. അതിലൊക്കെ കിട്ടുമ്പോൾ എന്താണ്? 3/2 ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 5/2 ആയിരിക്കും കിട്ടുക. കറക്റ്റ് ഒരു ആൻസർ കിട്ടൂല. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 എന്ന ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും കിട്ടുക? അതൊരു നൾ സെറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതൊരു നൾ സെറ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് എന്താണ്? അഭാജ്യ സംഖ്യയാണ്, അല്ലെ? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്പർ കൊണ്ടും ഒന്നുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്? 2, 3, 5, 7 എക്സെട്ര പറഞ്ഞു പോകുന്നതാണ് പ്രൈം നമ്പേഴ്സ്. അതില് സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ് ആണ് ചോദിക്കുന്നത്. ഈവൻ പ്രൈം നമ്പർ പറഞ്ഞാൽ ഏതാ വരിക? 2 വരും. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്തായിരിക്കും കിട്ടുക? സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ പറഞ്ഞാൽ ഏതാ കിട്ടുക? 2 ആയിരിക്കും കിട്ടുക. ഇതൊരു നൾ സെറ്റ് ആണോ? അല്ല, ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു നൾ സെറ്റ് അല്ല, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് അല്ല എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ ആണ്. കൂടാതെ കണ്ടീഷൻ വന്നിട്ട് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. അപ്പൊ ഈ 2 കണ്ടീഷൻ അവിടെ നോക്കണം. ഏതാണ്? എക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1, 2, 3, 4 എക്സെട്ര പറഞ്ഞു പോകുന്നതാണ് നാച്ചുറൽ നമ്പർ. പക്ഷെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ 5 ആയിരിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ലെസ് ദാൻ 5. ലെസ് ദാൻ 5 പറഞ്ഞാൽ ഏതൊക്കെ വരും? 1, 2, 3, 4 വരെ വരും. കൂടാതെ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. 7നേക്കാൾ വലുതുമായിരിക്കണം. 7നേക്കാൾ വലുത് പറഞ്ഞാൽ ഏതൊക്കെ കിട്ടാം? 8, 9, 10 എക്സെട്ര പറഞ്ഞു പോകും, അല്ലേ? പക്ഷെ ഈ 2 കണ്ടീഷനും ഇവിടെ വരികയാണോ? നോക്കി നോക്ക്. ഇതിലുള്ള നമ്പേഴ്സ് ഏതെങ്കിലും ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ 2ലും കൂടി പറയാൻ പറ്റുന്ന ഒരു എലമെന്റും അതിലില്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്തായിരിക്കും കിട്ടുക? അതൊരു എംപ്റ്റി സെറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു കണ്ടീഷനാണ് നമുക്ക് ആൻസർ എന്തായിരിക്കും? ഇപ്പൊ ഇതില്ലെങ്കിലോ? എക്സ് ഗ്രേറ്റർ ദാൻ 7 ഇല്ലെങ്കിലോ? ഇത് മാത്രമാണെങ്കിൽ നമുക്ക് ഈ 4 ഉത്തരം കിട്ടും. ഏതൊക്കെയാണ്? 1, 2, 3, 4. അത് സെറ്റ് ആക്കി എഴുതിക്കഴിഞ്ഞാൽ 4 എലമെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ആൻസർ ഇല്ല. അതുകൊണ്ട് അത് സെറ്റ് എന്തായിരിക്കും? എംപ്റ്റി സെറ്റ് ആയിരിക്കും. അടുത്തതുപോലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സെറ്റ് ഓഫ് ഓൾ y such that y is a point common to any 2 parallel lines. y എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ പോയിന്റ് ആയിരിക്കണം. ഏത്? 2 പാരലൽ ലൈൻസ് ഉണ്ടാവും. അപ്പൊ നോക്കാം, പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. എന്താണ്?
ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്ന രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ആ ലൈൻസിന് പറയുന്ന പേരാണിത് പാരലൽ ലൈൻസ്. അപ്പൊ രണ്ടിലും കൂടി കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ അത് ഇങ്ങനത്തെ ലൈൻ ആണെങ്കിലോ, ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീട്ടുകയാണെങ്കിൽ ഇവിടെ കൂട്ടിമുട്ടും. അപ്പൊ രണ്ടിലും കൂടി വരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. പക്ഷെ പാരലൽ ലൈൻസിന്റെ കാര്യത്തില് രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈ സെറ്റ് എന്തായിരിക്കും, ഒരു നൾ സെറ്റ് ആയിരിക്കും. അപ്പൊ ഏതൊക്കെ നൾ സെറ്റ് വന്നത്? 3 നൾ സെറ്റ് വന്നുള്ളത്. ഒന്നാമത്തെ നോക്കാം, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2, അത് ഒരു നൾ സെറ്റ് ആണ്. അടുത്തത് സെറ്റ് ഓഫ് ഓൾ x such that x is a natural number x less than 5 and x greater than 7, അതും എന്താണ്, ഒരു നൾ സെറ്റ് ആണ്. കാരണം x less than 5 x greater than 7 ആകുന്ന ഒരു നമ്പർ നമുക്ക് കയ്യിലില്ല. അടുത്തത് സെറ്റ് ഓഫ് ഓൾ y such that y is a point common to any two parallel lines, രണ്ട് പാരലൽ ലൈൻസിൽ കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ഉണ്ടോ? ഇല്ല. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഇവിടെ തന്നിരിക്കുന്ന സെറ്റില് ഏതൊക്കെയാണ് ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമുക്കത് എലമെന്റ്സ് കൗണ്ട് ചെയ്യാൻ കഴിയണം. അങ്ങനെ വരുന്ന സെറ്റ് ഒക്കെ എന്താണ്, ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് എന്തായിരിക്കും വരിക, അല്ലെ? അതായത് കൗണ്ട് ചെയ്യാൻ കഴിയില്ല, അതിൽ എലമെന്റ്സ് എത്താനുണ്ട് നമ്മളെ കൊണ്ട് പറയാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സെറ്റ് ഒക്കെ എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. അവിടെ താഴെ നമുക്ക് 5 ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ് സെറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ, അതായത് ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം. ഒരു വർഷത്തിൽ എത്ര മാസങ്ങളാണുള്ളത്? 12 മാസങ്ങളാണുള്ളത്, അല്ലെ? നമുക്കത് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? അതുകൊണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും കിട്ടുക, അതൊരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് ഓൾ 1 2 3 എക്സെട്ര പോകുന്നുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് ഏത് വരെ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അതങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്തായിരിക്കും കിട്ടുക, ഫൈനൈറ്റ് ആയിരിക്കോ ഇൻഫൈനൈറ്റ് ആയിരിക്കും? അത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, ഇൻഫൈനൈറ്റ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് ഓൾ 1 2 3 എക്സെട്ര 99 100 വരെ. ഇത് ഫൈനൈറ്റ് ആണോ? ആണ്, ഇല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം, 100 വരെ പോവുള്ളൂ, അതിന് അപ്പുറത്തേക്ക് പോവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാം. മൂന്നാമത്തത്. നാലാമത് നോക്കാം. ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. അപ്പോ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100 ആണ്. 100ന്റെ മുകളിലേക്ക് പോകുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? 100ന്റെ മുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അല്ലേ? അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ മാത്രം എഴുതി ചോദിക്കാനും കിട്ടും. അതായത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ പറയുന്നത് ലെസ് ദാൻ 100 ആണെങ്കിൽ, 100ന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് പറഞ്ഞാൽ ഏത് കിട്ടാൻ 1 മുതലേക്ക് മുകളിലേക്ക് പോകുന്ന സംഖ്യകൾ നമുക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ കിട്ടിയത്. പക്ഷെ ഗ്രേറ്റർ ദാൻ 100ന്റെ മുകളിലേക്ക് പോകുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ചോദിക്കുന്നത്, നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും കിട്ടാൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99, അതായത് 99ന് താഴേക്ക് വരുന്ന പ്രൈം നമ്പേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കും കിട്ടാം, അതൊരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും കിട്ടാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. നാളത്തെ തന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നാളത്തെ നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ടാണ്, പക്ഷെ ഇവിടെ നമുക്ക് വരുന്ന സെന്റൻസ് വെച്ചിട്ടാണ് തരുന്നത്. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് ഫൈനൈറ്റ് സെറ്റ് വരുന്നത്, ഏതൊക്കെയാണ് ഇൻഫൈനൈറ്റ് സെറ്റ് വരുന്നത് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദി എക്സ് ആക്സിസ്, അതായത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നമുക്ക് എത്ര ലൈൻസ് വരയ്ക്കാൻ കഴിയും? നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ? 2 ആക്സിസ് ആണുള്ളത്, അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പറയാം. ഇത് എക്സ്, ഇത് വൈ. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നമുക്ക് എത്ര വേണേലും വരയ്ക്കാൻ പറ്റൂലേ? മുകളിലും താഴേക്കായിട്ട് വരയ്ക്കാൻ പറ്റും. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒന്നാമത്തത് എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും കിട്ടാം. ഒന്നാമത്തത്
ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇൻഫൈനൈറ്റ് ഞാൻ ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കാം. ഒന്നാമത്തത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. രണ്ടാമത്തെ നോക്കാം. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സിന്റെ സെറ്റ് അത് കൗണ്ടബിൾ അല്ലേ? അത് കൗണ്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, അത് ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും എന്ന് പറയാം. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ് അല്ലെ, കൗണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റ് നമ്മൾ ടിക്കടാം. അടുത്തത് ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. അതായത് മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5 ഏത് കിട്ടുന്നത്? 5, 10, 15 എക്സെട്ര വന്നു പോകും. കൗണ്ടബിൾ ആണോ? അല്ല, എക്സെട്ര ഒരുപാട് പോകുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് ഈ സെറ്റ് എന്തായിരിക്കും കിട്ടാം? ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും കിട്ടാം. ഇൻഫൈനൈറ്റ് സെറ്റ്. അടുത്തത് ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ എത്ര ജീവികൾ ജീവിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് അല്ലെ. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കറക്റ്റ് ആയിട്ടുള്ള എണ്ണം എത്രയാണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത് ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് സെറ്റ്. അടുത്തത് ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ 0, 0. അതായത് 0, 0 എന്ന് പറയുന്ന ഒറിജിൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എത്ര സർക്കിൾ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് ഇതിലൂടെ പാസ് ചെയ്യുന്നു. ദ സെറ്റ് ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ദി ഒറിജിൻ 0, 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? അത് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. നമ്മൾ റേഡിയസ് മാറ്റിയാൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും കിട്ടുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈസ് ഈക്വൽ ടു ബി ഓർ നോട്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എയും ബിയും രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ഈ രണ്ട് സെറ്റ് ഈക്വൽ ആണോ അല്ലെങ്കിൽ അൺഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈക്വൽ ആവുകയാണെങ്കിൽ രണ്ട് സെറ്റിലും സെയിം എലമെന്റ്സ് ആയിരിക്കണം. ഓക്കെ, എക്സാക്ട്ലി സെയിം എലമെന്റ്സ് വേണം. അങ്ങനെയുള്ള സെറ്റാണ് നമുക്ക് ഈക്വൽ സെറ്റ് എന്ന് പറയാൻ പറ്റുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ സീക്വൽ ടു സെറ്റ് തന്നിട്ട് ഏതൊക്കെയാണ്? എ ബി സി ഡി വരെയാണ്. ബി സീക്വൽ ടു ഡി സി ബി എ ആണ്. അപ്പൊ നമുക്ക് ഒന്നാം സെറ്റിൽ എ ഉണ്ട് അല്ലേ. അപ്പൊ ഇതിലും എ ഉണ്ട്, ബി ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഡി ഉണ്ട് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഈക്വൽ ടു ബി ആണ്. എയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ട്, ബിയിലുണ്ട്. അതുകൊണ്ട് എ സീക്വൽ ടു ബി ആണ്. രണ്ടാമത്തെ നോക്കാം. എ സീക്വൽ ടു 4, 8, 12, 16 തന്നിട്ടുണ്ട്. ബി സീക്വൽ ടു 8, 4, 16, 18 തന്നിട്ടുണ്ട്. 4 ഇതിലുണ്ട്, ഇതിലുമുണ്ട്, 8 ഉണ്ട്, 8 ഉണ്ട്, 12 ഇതിലുണ്ട്. ഇതിൽ 12 ഉണ്ടോ? ഇല്ല. ഒറ്റ എലമെന്റ് മാറിയാൽ മതി, പിന്നെ ഈക്വൽ സെറ്റ് ആവില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം. എയും ബിയും ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 2, 4, 6, 8, 10 ആണ് തന്നിരിക്കുന്നത്. ബി ഈക്വൽ തന്നിരിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആൻഡ് എക്സ് ലെസ് ദാൻ 10. ശ്രദ്ധിക്കാം, എക്സ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആണ്. പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആണ്. കൂടാതെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതായത് 10ഉം 10ന് താഴെയും വരുന്ന പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ. ഏതൊക്കെയാണ് ഈ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ? ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും 0 ഉൾപ്പെടുന്നതാണ്. അതുപോലെ നാച്ചുറൽ നമ്പേഴ്സ് ഉൾപ്പെടുന്നതാണ് ഈവൻ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കിട്ടാം? ഈവൻ ആയിരിക്കണം. ഈവൻ ആകുന്ന 2, 4, 6, 8, 10. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 ആണ് വന്നിരിക്കുന്നത്. 10ഉം 10ന് താഴെയും വരുന്ന പോസിറ്റീവ് ഈവൻ ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8, 10. ഇവിടെയാണെങ്കിലോ 2, 4, 6, 8, 10 രണ്ടും ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഇവിടെ എ ഈക്വൽ ടു എന്താണ്? ബി ആണെന്ന് പറയാം. അതായത് ഇത് ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ഈസ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 ആണ് പറഞ്ഞത്. മൾട്ടിപ്പിൾ ഓഫ് 10 ഏതൊക്കെയാണ്? 10, 20, 30 എക്സെട്ര പറഞ്ഞു പോകുന്നതാണ്. ഇവിടെ ബി എന്ന സെറ്റ് 10, 15, 20, 25, 30 മൾട്ടിപ്പിൾ ഓഫ് 10 ആണോ? അല്ല. അതുകൊണ്ട് നമ്മൾ പറയാം എ നോട്ട് ഈക്വൽ ടു ബി ആണെന്ന് പറയാം. എ നോട്ട് ഈക്വൽ ടു ബി.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ് ഈക്വൽ? ഗിവ് റീസൺസ്. നിങ്ങൾക്ക് രണ്ട് സെറ്റാണ് രണ്ട് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇതിലെ ഈക്വൽ സെറ്റ് ഏതാണ്, അൺഈക്വൽ സെറ്റ് ഏതാ കണ്ടുപിടിക്കാനാണ്. ഒന്നാമത് നോക്കി നോക്ക്. എ is equal to 2 3 സെറ്റ് 2 3 ആണ് എഴുതുന്നത്. B is equal to set of all x such that x is a solution of x square plus 5x plus 6. ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കണം. ഓക്കെ, ഇപ്പം സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്, ആഡ് ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ് 5. 6 എന്താണ്, ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ് 6. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെ കിട്ടാം, 3യും 2 ആയിരിക്കും കിട്ടുക. കാരണം 3 2 ആഡ് ചെയ്താൽ കിട്ടുക 5 കിട്ടും. 3 ഇൻറ്റു ചെയ്താൽ കിട്ടുക 6 കിട്ടും. അതായത് ഇതിന്റെ ആൻസർ എന്തായിരിക്കും കിട്ടുക, x മൈനസ് 3യും x മൈനസ് 2 സോറി x പ്ലസ് 3യും x പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ x ഇൻറ്റു x സ്ക്വയർ കിട്ടുന്നുണ്ട്. x ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x കിട്ടും. 3 ഇൻറ്റു x പറഞ്ഞാൽ 3x. അപ്പൊ 3x ഇൻറ്റു x ആഡ് ചെയ്യുമ്പോൾ 5x കിട്ടുന്നുണ്ട്. 3 ഇൻറ്റു 2 പറഞ്ഞാൽ 6 കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇതിന് ആൻസർ അല്ല ചോദിച്ചിരിക്കുന്നത്. എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ക്വസ്റ്റ്യനില് ഇവിടെ നോക്കേണ്ടത് ഇവിടെ +3 ആണെങ്കിൽ നമ്മൾ ഏതാ കൊടുക്കേണ്ടത്, -3 ആണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ +2 ആണെങ്കിൽ എന്ത് കൊടുക്കാം, നമ്മൾ -2 കൊടുക്കാം. അങ്ങനെ സൊല്യൂഷൻ ഏതൊക്കെ കിട്ടാം, ബിയുടെ ആൻസർ ഏതാ കിട്ടുക, സൊല്യൂഷൻ -3 -2 രണ്ടും ഈക്വൽ ആണോ, അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം. അടുത്തത് എന്നാ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എ is equal to set of all x such that x is a letter in the word follow. അപ്പൊ നമ്മൾ നോക്കാം, എ എന്ന് പറഞ്ഞ സെറ്റ് എഴുതാൻ നമുക്ക് ഫോളോ ആണ്. എഫ് എഴുതി, ഒ എഴുതി, എൽ എഴുതി. വീണ്ടും എല്ലാം എഴുതണം, വേണ്ട. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്മൾ എഴുതില്ല. അടുത്ത എല്ല് അത് വേണ്ട. ഓ നമ്മൾ വീട്ടിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാണ്, ഡബ്ല്യു. ഓക്കെ, ബി എന്താ പറഞ്ഞിരിക്കുന്നത്, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഗോ. അല്ലേ, അപ്പൊ നമുക്ക് ഏതൊക്കെ ഉണ്ട് നോക്കാം. ഡബ്ല്യു ഉണ്ട്, അത് എഴുതി. ഒ ഉണ്ട്, എൽ ഉണ്ട്, എഫ് ഉണ്ട്. രണ്ടിനും സെയിം ലെറ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടെ എഫ് വരുന്നുണ്ട്, ഇവിടെയും എഫ് വരുന്നുണ്ട്. ഒ വരുന്നുണ്ട്, ഇതിലും ഒ വരുന്നുണ്ട്. എൽ വരുന്നുണ്ട്, ഇവിടെയും എൽ വരുന്നുണ്ട്. ഡബ്ല്യു വരുന്നുണ്ട്, ഇവിടെയും ഡബ്ല്യു വരുന്നുണ്ട്. രണ്ട് സെയിം ലെറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, എ ഈക്വൽ ടു ബി എന്ന് പറയും. എ ബിയും ഈക്വൽ സെറ്റ് ആണെന്ന് പറയും.